ഇതിൻ്റെ ഏകലവ്യ ബാച്ചിൻ്റെ ഒരു വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് ഈ പാറ്റേൺ ഒന്ന് പറഞ്ഞു തരുമോ. പാറ്റേൺ എന്ന് പറഞ്ഞാൽ 110ൻ്റെ എത്ര ശതമാനമാണ് 34 എന്ന് മൈൻഡിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഈ മൈൻഡിൽ കണ്ടുപിടിക്കുന്ന കാര്യം എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടിയാണ് നമ്മുടെ ചാനലിൽ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഈ ഷോർട്സിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അത് ഡെയിലി ജോലി കിട്ടുന്നവരെ എല്ലാ ദിവസവും എഴുതണം. അത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് അത് ഒരുപാട് സമയമെടുക്കും. അത് ഓരോരുത്തരുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എത്ര നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്ര ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, മൈൻഡിൽ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ക്ഷമയോടെ തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞാൽ 110ൻ്റെ എത്ര ശതമാനമാണ് 34. പെർസെൻറ്റേജിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകൾ നന്നായിട്ട് കണ്ട ഒരാൾക്ക് ഇങ്ങനൊരു ഡൗട്ട് വരത്തില്ല. അപ്പോൾ ഇത് 5ാമത്തെ ക്ലാസ് എന്തോ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് എന്താ ചെയ്യുന്നത്, ക്ലാസ്സുകൾ ബാക്കി മുടങ്ങാതെ കാണുക, കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെർസെൻറ്റേജ് സെറ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ റിസോഴ്സസും യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ കാര്യം ഞാൻ പറയാം. ഒരു നമ്പറിൻ്റെ 10% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ 110ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 11 ആയിരിക്കും. ഇതറിയാവുന്ന ആൾക്കാരാണ്, എൻ്റെ ക്ലാസ് കണ്ടവരെല്ലാവരും ഈ ഒരു ഡൗട്ടിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ്. അപ്പോൾ 11 ഇതിൻ്റെ 10% എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 30%, കാര്യം നമുക്ക് 34 അടുത്തോട്ട് എത്തണ്ടേ. ഈ അടുത്തോട്ട് എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ്? നമ്മുടെ കാൽക്കുലേഷനിലാണ് ഇരിക്കുന്നത്. നമ്പേഴ്സുമായിട്ടുള്ള പരിചയമാണ്. അതാണ് നമ്മുടെ കാൽക്കുലേഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 11 കൂടെ 3 ചെയ്യുമ്പോൾ എനിക്ക് 33 കിട്ടി. 11 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൻ്റെ 10%. ആ 10%ത്തെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 30% കിട്ടി. അതായത് ഈ നമ്പറിൻ്റെ 30%, 110ൻ്റെ 30% 33 എന്ന് പറയുന്നത്. ഇതൊന്നും പേന എടുക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ മൈൻഡിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എത്ര ഉള്ളത്? ഒന്നുകൂടെ ഉള്ളൂ. 33ൻ്റെ കൂടെ 33 ആയിരുന്നു എന്നുണ്ടെങ്കിൽ 33 ഡിവൈഡഡ് ബൈ 110 എന്നുള്ള നമ്പർ, 110ൻ്റെ എത്ര ശതമാനമാണ് 33 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയായിരുന്നു ആൻസർ 30% എന്ന് വന്നേനെ. പക്ഷേ ഇവിടെ നമുക്ക് 34 ഉള്ളത്. അപ്പോൾ ആൻസർ 30% കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്ര? ഒരു നമ്പറിൻ്റെ 1% കണ്ടുപിടിക്കാൻ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 1.1 ആണ്. 110ൽ നിന്ന് 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുമ്പോൾ 1.1 ആണ് ഇതിൻ്റെ 1%. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ 1% കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 30% 33 ആണ് 110ൻ്റെ. അതുപോലെ 1% 1.1 ആണ്. എത്ര കിട്ടും നമുക്ക്? 34.1 കിട്ടും. അപ്പോൾ നമുക്ക് 34.1 വേണോ? വേണ്ട, 34 വരെ മതി. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 30% കൂടുതലാണ്, 33 കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ 31% എന്താണ്? കുറവാണ്. കാര്യം നമുക്ക് 34 മതി. ഇവിടെ 34.1 വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഏതാണോ 30നും 31നും ഇടയ്ക്കുള്ള ഓപ്ഷൻ അത് നമുക്ക് ആൻസറായിട്ട് കൊടുക്കാം. ഇതാണ് കൺസെപ്റ്റ്.